തജിക്കിസ്ഥാന്റെ തലസ്ഥാനമായ ദുഷാൻബെയിലെ നൊവ്റൂസ് പാലസ് എന്നറിയപ്പെടുന്ന ബൃഹത് നിർമ്മിതിക്കുള്ളിൽ നിൽക്കുകയാണ് ഞാൻ. കൊട്ടാരത്തിലെ ഒരു കോൺഫറൻസ് ഹാളാണിത്. ദരിദ്ര രാജ്യമായ തജിക്കിസ്ഥാനിൽ തന്നെയാണോ ഇതെന്ന് സംശയിച്ചു പോകുന്നു. അറബിക്കഥയിലെ സുൽത്താന്റെ കൊട്ടാരം പോലുണ്ട്. ചുമരിൽ വിലയേറിയ കല്ലുകൾ കൊണ്ടുള്ള ചിത്രപ്പണികൾ. ചിത്രങ്ങൾ മാത്രമല്ല, ചുമരുകളും മറ്റും തറയുമെല്ലാം പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടുള്ള അലങ്കാരങ്ങളാൽ സമൃദ്ധമാണ്. വെള്ളിയും സ്വർണവും വരെ അലങ്കാരങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നു. പ്രസിഡന്റ് ആതിഥ്യം വഹിക്കുന്ന അന്താരാഷ്ട്ര മീറ്റിംഗുകൾക്ക് വേദിയാകാറുള്ള ഹാളാണിത്. ചെറിയ സമ്മേളനങ്ങളുടെ വേദി. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഹാളിലെ തൂണുകളും തറയും മേശക്കസേരകളുമെല്ലാം ഏതൊരാളെയും അത്ഭുത പരതന്ത്രരാക്കും. ഇന്നലെ വരെ ഞാൻ കണ്ടത് തജിക്കിസ്ഥാനിലെ ഒട്ടൊരു ശോച്യാവസ്ഥയിലുള്ള ഗ്രാമങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ദാരിദ്ര്യവുമായിരുന്നു. കുഴമണ്ണുകൊണ്ട് പണിത് തകരമേൽക്കൂര വെച്ച വീടുകളും കാട്ടുകല്ല് അടുക്കി നിർമ്മിച്ച കന്നുകാലി തൊഴുത്തുമൊക്കെ ആ കാഴ്ചകളിലുണ്ടായിരുന്നു. അത് കണ്ടിട്ട് തജിക്കിസ്ഥാന്റെ തലസ്ഥാന നഗരത്തിലെ ഒരു കൊട്ടാരത്തിലെ ഈ കോൺഫറൻസ് ഹാളിലേക്ക് എത്തുമ്പോൾ അത്ഭുതപ്പെടാതിരിക്കുന്നത് എങ്ങനെ? തെല്ലൊരു ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണം നടത്തുന്ന രാജ്യങ്ങളിൽ ഈ ഒരു വൈരുദ്ധ്യം സാധാരണമാണെന്നതാണ് ഒരു കാര്യം. ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ലാത്ത ഈ രാജകീയ ഹാളിലേക്ക് എനിക്കെത്താനായത് എൻ്റെ ഗൈഡ് ഷഹബാസിന്റെ മിടുക്കുകൊണ്ടാണ്. അമൂല്യ ശിലകളാണ് കൊട്ടാരത്തിന്റെ പ്രധാന നിർമ്മാണ വസ്തു. ഇതെല്ലാം തജിക്കിസ്ഥാനിൽ നിന്ന് ഖനനം ചെയ്തെടുത്തതു തന്നെയാണ്. കോൺഫറൻസ് ഹാളിനോട് ചേർന്ന് അലങ്കാര സമൃദ്ധമായ ഒരു ചെറിയ മുറിയുണ്ട്. മിറർ റൂം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പ്രധാന ഹാളിൽ കോൺഫറൻസ് നടക്കുമ്പോൾ അതിലെ ചെറിയൊരു ഗ്രൂപ്പിന് മാറിയിരുന്ന് രഹസ്യ സംഭാഷണത്തിൽ ഏർപ്പെടണമെങ്കിൽ അതിനുള്ള മുറിയാണിത്. കണ്ണഞ്ചിപ്പിക്കുന്ന അലങ്കാരപ്പണികളോടെ ഒരു മുറി. ഇത്രയും ആഡംബരത്വമുള്ള ഒരു കോൺഫറൻസ് ഹാൾ ജീവിതത്തിൽ ഇതേവരെ ഞാൻ കണ്ടിട്ടില്ല. പഴയൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്താണ് ഈ ആഡംബരങ്ങളെല്ലാമെന്ന് ഓർക്കണം. ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുന്നതിലൂടെ ഇവർ ഇന്നലകളിലെ കമ്മ്യൂണിസ്റ്റ് കാർക്കശ്യങ്ങളോട് പ്രതികാരം ചെയ്യുകയാണെന്ന് തോന്നിപ്പോകുന്നു. നിലത്ത് വിരിച്ചിരിക്കുന്നതെല്ലാം പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. അമൂല്യമായ കല്ലുകളാണ് ഈ കോൺഫറൻസ് ഹാളിന്റെ തീം തന്നെ. ഇത് ട്രാൻസ്ലേറ്റേഴ്സ് ബൂത്താണ്. പ്രസിഡന്റ് ഇമോമൊലി റഹ്മോനോവ് മാതാവിനോടൊപ്പം ഇരിക്കുന്ന ഒരു ചിത്രം മുകളിൽ. ഒരു ലിഫ്റ്റിലേറി കൊട്ടാരത്തിന്റെ 2ാം നിലയിലേക്ക് പോകുമ്പോൾ നേരത്തെ ഞാൻ സന്ദർശിച്ച തടാകം കാണാം. കോംസോമോൾ ലേക്ക്. ലിഫ്റ്റിൽ നിന്നിറങ്ങി അടുത്തതായി എത്തുന്നത് കൊട്ടാരത്തിലെ മറ്റൊരു കോൺഫറൻസ് ഹാളിലേക്കാണ്. ഇതും അലങ്കാര സമൃദ്ധമായ ഹാൾ തന്നെ. വലിയൊരു താഴികക്കുടത്തിന്റെ ചുവട്ടിലാണ് സമ്മേളനത്തിനുള്ള വട്ടമേശ ഒരുക്കിയിരിക്കുന്നത്. ഗോൾഡൻ റൂം എന്ന് ഈ ഹാൾ അറിയപ്പെടുന്നു. ചുമരുകളിലെയും മകുടത്തിലെയും അലങ്കാരപ്പണികൾക്കായി സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ടാണത്. നിലമാകട്ടെ തടി കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത്. 60 വ്യത്യസ്ത ഇനം തടികൾ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നു. കിർഗിസ്ഥാൻ അതിർത്തിയിലുള്ള തജിക് ഗ്രാമമായ ഇസ്ഫാറയിൽ നിന്നുള്ള മരപ്പണിക്കാരാണ് ഈ കൊട്ടാരത്തിന്റെ തറയിലെയും സീലിംഗിലെയും ഭിത്തിയിലെയും മരപ്പണികൾ ചെയ്തത്. പരമ്പരാഗതമായി തടിപ്പണിയിൽ പ്രഗത്ഭരാണ് ഇസ്ഫാറക്കാർ. ചുമരാകട്ടെ സ്വർണം കൊണ്ടുള്ള അലങ്കാരപ്പണികളാൽ ആകർഷകമാണ്. ഏറ്റവും മുകളിൽ താഴികക്കുടം. മധ്യേഷ്യയിലെ ഏറ്റവും വലിയ താഴികക്കുടമാണിത്. അതിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന ഷാൻലിയറിനാകട്ടെ 1 ടണ്ണിലേറെ ഭാരമുണ്ട്. കൊട്ടാരത്തിലെ വലിയ സമ്മേളന ഹാളുകളിലൊന്നാണിത്. താഴെ കണ്ട ഹാളിലുള്ളതിലും എത്രയോ മടങ്ങ് അധികം ഇരിപ്പിടങ്ങൾ ഇവിടെയുണ്ട്. നേരത്തെ കോംസോമോൾ തടാകത്തിന്റെ തീരത്തുകൂടി നടക്കുമ്പോൾ തടാകത്തിനടുത്തേക്ക് തള്ളി നിൽക്കുന്നതായി കണ്ട കൊട്ടാര ഭാഗത്താണ് ഈ ഹാൾ. 300 പേർക്കുള്ള ഇരിപ്പിടങ്ങൾ ഇവിടെയുണ്ട്. വട്ടമേശയുടെ മധ്യഭാഗത്തെ വിസ്തൃതി കാണുമ്പോഴാണ് ഈ ഹാളിന്റെ വലിപ്പം അറിയാനാവുക. പേർഷ്യൻ കൊട്ടാരങ്ങളുടെ നിർമ്മാണ ശൈലി ഇതിലെല്ലാം പ്രകടമാണ്. 2016 ഇന്റർനാഷണൽ ഫോറം ഓഫ് റൈറ്റേഴ്സ് ഓഫ് ദി നൊവ്റൂസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായുള്ള പ്രധാന സമ്മേളനങ്ങൾക്ക് വേദിയായത് ഈ ഹാളായിരുന്നു.
22 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ സാഹിത്യകാരന്മാരാണ് ഒരാഴ്ച നീണ്ടുനിന്ന ആ പരിപാടിയിൽ സംബന്ധിച്ചത്. ഇന്ത്യ, US, കാനഡ, ഫ്രാൻസ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികൾ അതിൽ ഉൾപ്പെടുന്നു. ഗോൾഡൻ റൂമിന്റെ ഒരു ഭാഗത്ത് വലിയൊരു മരവാതിൽ. അത് കടന്നെത്തുന്നത് മറ്റൊരു മിറർ റൂമിലേക്കാണ്. ഭിത്തികൾ കണ്ണാടിച്ചില്ലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കോൺഫറൻസുകൾക്കെത്തുന്ന പ്രസിഡന്റ് ഇവിടെയാണ് കാത്തിരിക്കുക. യോഗം ആരംഭിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം പ്രധാന ഹാളിലേക്ക് ചെല്ലുക. അപ്പോൾ യോഗത്തിനെത്തിയിരിക്കുന്ന എല്ലാവരും ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് പ്രസിഡന്റിനെ സ്വീകരിക്കും. അതാണ് ഇവിടുത്തെ പ്രോട്ടോകോൾ. 2016 ഇന്റർനാഷണൽ നവറൂസ് ഫോറത്തിലും മുഖ്യാതിഥി പ്രസിഡന്റ് ഇമോമൊലി റഹ്മോനോവ് ആയിരുന്നു. അവിടെ നിന്നും കടന്നെത്തുന്നത് അതിനേക്കാൾ ബൃഹത്തായ മറ്റൊരു ഹാളിലേക്കാണ്. ഗുലിസ്ഥാൻ ഹാൾ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഗുലിസ്ഥാൻ എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം പൂന്തോട്ടം എന്നാണ്. ദാരുശില്പകലയാണ് ഈ ഹാളിന്റെ തീം. മച്ചും ചുമരും തറയുമെല്ലാം തടികൊണ്ടുള്ള അലങ്കാരപ്പണികളാൽ സമൃദ്ധം. ഒരു ഹാൾ അമൂല്യമായ കല്ലുകൾ കൊണ്ട്, മറ്റൊന്ന് സ്വർണം കൊണ്ട് അലങ്കരിച്ചത്. ഇതാകട്ടെ തടിയിൽ അനുപമമായ കൊത്തുവേലകൾ നിറഞ്ഞതും. കൊട്ടാരത്തിലെ മറ്റൊരു ബാങ്ക്വറ്റ് ഹാളാണിത്. രാജ്യത്തിന്റെ ഒഫീഷ്യൽ ചടങ്ങുകൾ മാത്രമേ ഇവിടെ നടക്കാറുള്ളൂ. ഇസ്വാറയിൽ നിന്നുള്ള മരപ്പണിക്കാർ യന്ത്രസഹായമില്ലാതെ കൈകൊണ്ട് കൊത്തിയെടുത്തതാണ് ഈ ചുമരുകളും തൂണുകളുമെല്ലാം. ഈട്ടി, ഫിർ, പോപ്ലാർ, പൈൻ, സൈപ്രസ് എന്നീ മരങ്ങളാണ് ഈ ഹാളിന്റെ നിർമ്മാണത്തിനായി പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത്. അത്ഭുതകരമായ ഒരു നിർമ്മിതി തന്നെയാണിത്. 500-ലധികം മരപ്പണിക്കാർ നൊവറൂസ് പാലസിന്റെ നിർമ്മാണത്തിന്റെ പല ഘട്ടങ്ങളിലായി ജോലി ചെയ്തിരുന്നു. അസിസോഫ് സമീജോൻ എന്നൊരു ആർക്കിടെക്റ്റിന്റെ നേതൃത്വത്തിലാണ് ഈ കൊട്ടാരത്തിന്റെ രൂപകൽപ്പനയും നിർമ്മാണവും നടന്നത്. 2014 കൊട്ടാരം പണി പൂർത്തിയാവുമ്പോൾ അസിസോഫിന് 27 വയസ്സു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രസിഡന്റ് റഹ്മോനോവിന് വളരെ വേണ്ടപ്പെട്ട ആളായതിനാലാണ് മുഖ്യ ആർക്കിടെക്ട് എന്ന നിലയിൽ അസിസോഫിന് നറുക്കുവീണത്. ഈ വിധത്തിൽ ചെറുപ്പക്കാരിയായ ഒരു ആർക്കിടെക്ട് രൂപകൽപ്പന ചെയ്ത ഒരു വമ്പൻ കൊട്ടാരം ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്. റൊമേനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിലാണത്. അന്നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിരുന്ന നിക്കോളെ ചൗഷസ്ക്യൂവിന്റെ വാത്സല്യഭാജനമായ അൻസ പെട്രസ്ക്യൂ എന്ന ചെറുപ്പക്കാരിയാണ് ബുക്കാറസ്റ്റിലെ വൻ കൊട്ടാരത്തിന്റെ ആർക്കിടെക്ട്. അതിബൃഹത്താണ് ഗുലിസ്ഥാൻ ഹാൾ. അതിന്റെ പലയിടത്തായി വട്ടമേശകളും പ്രൗഢിയാർന്ന ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നു. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്ക് പ്രകാരം ആകെ ജനസംഖ്യയുടെ 32% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള നാടാണ് തജിക്കിസ്ഥാൻ. 86 ലക്ഷമാണ് തജിക്കിസ്ഥാനിലെ ജനസംഖ്യ. അതിൽ 7 ലക്ഷം ആളുകൾ ദിവസത്തിൽ ഒരു നേരം പോലും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനില്ലാത്തത്ര ദരിദ്രരാണ്. അതേ രാജ്യം തന്നെയാണ് പൊതുഖജനാവിൽ നിന്നും $60 മില്യൺ ചെലവഴിച്ച് ഈ ആഡംബര സൗധം നിർമ്മിച്ചത്. തജിക്കിസ്ഥാൻ എന്ന രാജ്യത്ത് നാം ഒട്ടും പ്രതീക്ഷിക്കാത്ത ആഡംബര കാഴ്ചയാണിത്. US പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൌസിന് തൊട്ടുപിന്നിൽ നിൽക്കുന്ന പാലസ് ഓഫ് നേഷൻസ് എന്നൊരു ബൃഹത് കൊട്ടാരത്തിലാണ് ഇവിടുത്തെ പ്രസിഡന്റ് വസിക്കുന്നതെന്നും ഓർക്കണം. ഈ ഹാളിലെ ഓരോ ഇഞ്ച് സ്ഥലവും ദാരുശില്പ ഭംഗി തുളുമ്പുന്നതാണ്. ചുമരും മട്ടുപ്പാവുകളും മച്ചും അതിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന വിളക്കുകളുമെല്ലാം ആഠ്യത്വ പ്രദർശനത്തിന്റെ പ്രതീകങ്ങളാവുന്നു. തജിക്കിസ്ഥാൻകാരായ ശില്പികളും വിദഗ്ധ തൊഴിലാളികളുമാണ് കൊട്ടാരം നിർമ്മിച്ചതെന്നതാണ് ഒരു പ്രത്യേകത. തറയ്ക്ക് വ്യത്യസ്ത നിറം നൽകുന്നതിനായി പലയിനം മരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തജിക്കിസ്ഥാനിൽ എന്നെ വിസ്മയിപ്പിച്ച ഒരു കാഴ്ച തന്നെയാണിത്. ഈ രാജ്യത്ത് വന്നിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളൊന്നും ക്യാമറയിലാക്കാനായിരുന്നില്ല. ഗ്രാമങ്ങളുടെ നിഷ്കളങ്കതയും നൈർമല്യവും ദാരിദ്ര്യവുമെല്ലാമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ കാഴ്ച. ഗുലിസ്ഥാൻ ഹാളിനോട് ചേർന്നുമുണ്ട് ഒരു മിറർ ഹാൾ. വ്യത്യസ്തമായൊരു രീതിയിലാണ് ഇതിൽ കണ്ണാടിച്ചില്ലുകൾ പതിച്ചിരിക്കുന്നത്. തറ തടികൊണ്ടുള്ളതാണ്. ചുമരുകളിലും മച്ചിലുമാണ് മിറർ വർക്കുള്ളത്. ഇന്നാട്ടുകാർക്കെല്ലാം പളപളപ്പിലാണ് വലിയ താല്പര്യം. ലാളിത്യത്തിന്റെ സൗന്ദര്യത്തോട് മതിപ്പില്ലാത്തതുപോലെ. ചെറിയ ഗ്രൂപ്പ് മീറ്റിംഗുകൾക്കുള്ള ഒരു മുറിയാണിത്. ആ ഹാളിൽ നിന്നും ഞങ്ങൾ പുറത്തേക്കിറങ്ങി.
രണ്ടാം നിലയിലുള്ള കാഴ്ചയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി എത്തുന്നത് രണ്ടാം നിലയിലെ ഒരു മട്ടുപ്പാവിലേക്കാണ്. ഈ മട്ടുപ്പാവിന് ചുവട്ടിലൂടെയാണ് ഞാൻ കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശിച്ചത് തന്നെ. ഒരു ഏട്രിയം പോലുള്ള ഭാഗമാണിത്. വിശാലമായ ഒരു പ്രദേശത്തൊന്നുമല്ല കൊട്ടാരം. ചെറിയൊരു ഛായഖാന നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഉയർന്ന കൊട്ടാരമാണല്ലോ. ഇവിടെ മുകളിൽ മച്ചിലും മകുടത്തിലുമെല്ലാം പെയിന്റിങ്ങുകളാണ് കാണുന്നത്. പേർഷ്യൻ ചുവർചിത്രകലയോട് സാമ്യമുണ്ടതിന്. തെരുവിനോട് ചേർന്നാണ് കൊട്ടാരം. ഇസ്മായിൽ സൊമോനി അവന്യൂ ആണത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഞങ്ങൾ കൊട്ടാരത്തിന്റെ രണ്ടാം നിലയിലെ വരാന്തയിലൂടെ ഒന്ന് നടക്കുകയാണ്. നീളൻ ഇരട്ട തൂണുകളോടുകൂടിയ വരാന്ത. ഇതിലെ ഇങ്ങനെ നടക്കുമ്പോൾ ചുറ്റോടു ചുറ്റും മലനിരകളുടെ താഴ്വാരം വരെ നഗരം വ്യാപിച്ചു കിടക്കുന്നത് കാണാം. വരാന്തയുടെ സീലിംഗിലുമുണ്ട് ചിത്രപ്പണികൾ. മനോഹരമായ മാർബിൾ തൂണുകളുടെ നിര. നല്ല തണുപ്പുമുണ്ട് ഇവിടെ. കൊട്ടാരത്തിന്റെ കാഴ്ചകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന ഗൈഡ് ചുരിദാർ പോലുള്ള തജിക് പാരമ്പര്യ വസ്ത്രവും ധരിച്ച് മുൻപേ നടക്കുന്നു. വരാന്തയിൽ അവിടെവിടെയായി സൂഫകൾ ഇട്ടിട്ടുണ്ട്. ഗൈഡ് എന്നെ അടുത്ത കാഴ്ചയിലേക്ക് നയിക്കുകയാണ്. ഇതാണ് സൂഫ. വരാന്തയുടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തടാകത്തിനഭിമുഖമായുള്ള കൊട്ടാര ഭാഗം കാണാം. കൊട്ടാര ഉദ്യാനത്തിൽ ഫൗണ്ടനുകളും ചെറുമണ്ഡപങ്ങളും. തടാകക്കരയിലൂടെ നേരത്തെ കുറേ നേരം ഞാൻ നടന്നിരുന്നു. ഈ മണ്ഡപങ്ങളെല്ലാം മാർബിളിൽ നിർമ്മിച്ചതാണ്. അവയുടെ മകുടങ്ങൾക്കുള്ളിൽ മനോഹരമായ പെയിന്റിങ്ങുകളുമുണ്ട്. തടാകത്തിലാകട്ടെ ബോട്ടിങ്ങിനും നീന്താനുമെല്ലാമായി ഇറങ്ങിയിരിക്കുന്ന നിരവധി ആളുകൾ. തടാകത്തിനപ്പുറം മരങ്ങൾ നിരന്നു വളരുന്ന ഒരു ഉദ്യാനം. അതിനുമപ്പുറം അക്കാണുന്നതാണ് തജിക് പ്രസിഡന്റിന്റെ കൊട്ടാരം, പാലസ് ഓഫ് നേഷൻസ്. കോഹിൽ മില്ലറ്റ് എന്ന് പ്രാദേശികമായി അതറിയപ്പെടുന്നു. 2000 ആണ്ട് മുതലുള്ള 8 വർഷം കൊണ്ട് പൂർത്തിയായ കൊട്ടാരമാണത്. തജിക് കറൻസിയായ സൊമോനിയുടെ 500-ന്റെ നോട്ടിൽ ആ കൊട്ടാരത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്നും കാണാവുന്ന ദൂരത്തിലാണ് തടാകക്കരയിൽ നൊവ്റൂസ് പാലസ്. ശരിക്കും ഒരു ചായഖാന മാത്രമായി പണിയാൻ ലക്ഷ്യമിട്ട കെട്ടിടമാണിത്. പക്ഷേ പണി തുടങ്ങിയപ്പോൾ പദ്ധതി മാറി. ഇതൊരു കൊട്ടാരമായി മാറി. ചായഖാനയാണ് അക്കാണുന്നത്. പിന്നീട് ഉദ്യാനത്തിന്റെ ഒരു ഭാഗത്ത് അത് പണിയുകയായിരുന്നു. ചായഖാനയായി പണി തുടങ്ങിയ കെട്ടിടമാകട്ടെ വലിയൊരു കൊട്ടാരമായി ഇവിടെ തലയെടുപ്പോടെ നിൽക്കുന്നു. ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ തലവന്മാരുടെ 2014 ഉച്ചകോടിക്ക് ആതിഥ്യമരുളുകയായിരുന്നു നൊവ്റൂസ് പാലസിന്റെ ആദ്യ ദൗത്യം. റഷ്യ, ചൈന, കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മംഗോളിയ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരാണ് അന്ന് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി നൊവ്റൂസ് കൊട്ടാരത്തിലെത്തിയത്. ഞാൻ ഷൂട്ട് ചെയ്ത ഹാളുകളിലൊന്നും തന്നെ സന്ദർശകരെ ആരെയും കണ്ടിരുന്നില്ല. താഴത്തെ ബാങ്ക്വറ്റ് ഹാളിൽ ഒഴികെ കൊട്ടാരത്തിൽ മറ്റെവിടെയും ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കാറില്ലെന്നാണ് എന്റെ ഗൈഡ് ഷഹബാസ് പറഞ്ഞത്. അദ്ദേഹം തന്റെ സ്വാധീനം ഉപയോഗിച്ച് ആരോടെല്ലാമോ പറഞ്ഞ് കൊട്ടാരം കാണിക്കാനായി ഞങ്ങളോടൊപ്പം വന്ന സ്ത്രീയെ വിളിച്ചു വരുത്തിയതുകൊണ്ടാണ് എനിക്ക് പ്രധാന ഹാളുകളിലെല്ലാം കയറാനായത്. തന്റെ രാജ്യത്തെ പ്രൗഢമായൊരു നിർമ്മിതി എന്നെ കാണിക്കാനായി എന്ന സന്തോഷത്തിലാണ് ഷഹബാസ്. ഞാൻ ആ സ്ത്രീക്കും ഷഹബാസിനും നന്ദി പറഞ്ഞു. നൊവ്റൂസ് കൊട്ടാരത്തിൽ നിന്നുമിറങ്ങി ഞങ്ങൾ യാത്ര തുടങ്ങി. ഇസ്മായിൽ സൊമോനി അവന്യൂവിലൂടെയാണ് യാത്ര. വലതുവശത്ത് അകലെ കാണുന്നത് നാഷണൽ മ്യൂസിയം ഓഫ് തജിക്കിസ്ഥാനാണ്. തജിക്കിസ്ഥാന്റെ മാത്രമല്ല, മധ്യേഷ്യയുടെ തന്നെ ചരിത്രം വിവരിക്കുന്ന വലിയൊരു മ്യൂസിയമാണത്. 22 ഹാളുകളിലായി ഒരുക്കിയിരിക്കുന്ന പ്രദർശനത്തിൽ പൗരാണിക കാലത്തെയും മധ്യകാലത്തെയും ആധുനിക കാലത്തെയും ചരിത്രം വ്യക്തമാക്കുന്ന ആയിരക്കണക്കിന് വസ്തുക്കളുണ്ട്.
AD 500-കളിൽ കുഷാൻ ഭരണകാലത്ത് നിർമ്മിതമായ മധ്യേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബുദ്ധപ്രതിമ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നതും നാഷണൽ മ്യൂസിയത്തിലാണ്. മ്യൂസിയത്തിന് മുന്നിലൂടെ നീണ്ടുകിടക്കുകയാണ് സൊമോനി അവന്യൂ. ഇത് നേരെ ചെന്ന് റുഡാക്കി അവന്യൂവുമായി സന്ധിക്കും. ആ സംഗമസ്ഥാനത്ത് നേരെ മുന്നിൽ കാണുന്നത് പ്രസിഡന്റിന്റെ പഴയ കൊട്ടാരമാണ്. 2008 വരെയും തജിക്കിസ്ഥാന്റെ പ്രസിഡന്റ് വസിച്ച കൊട്ടാരം. ഇപ്പോഴിത് ദുഷാൻബെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസാണ്. സോവിയറ്റ് ശൈലിയിൽ നിർമ്മിച്ച വലിയൊരു കൊട്ടാരം. സോവിയറ്റ് നാളുകളിൽ സെൻട്രൽ കമ്മിറ്റി ഓഫ് ദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് തജിക്കിസ്ഥാന്റെ ആസ്ഥാനവും ഇതായിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് ഇമോമുലി റഹ്മോനോവിന്റെ മൂത്ത മകൻ റുസ്തം ഇമോമുലിയാണ് ദുഷാൻബെയുടെ മേയർ. 29-കാരനായ അദ്ദേഹം ഇവിടെ ഇരുന്നാണ് നഗരഭരണം നടത്തുന്നത്. വാഹനം റുഡാക്കി അവന്യൂവിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 6 വരി പാതയാണിത്. അതിന്റെ വശങ്ങളിൽ ഇക്കാണുന്നതെല്ലാം സോവിയറ്റ് കാലഘട്ടത്തിലെ മന്ദിരങ്ങൾ തന്നെ. അതിന്റെ താഴത്തെ നിലയിൽ കച്ചവട സ്ഥാപനങ്ങളും മറ്റുമാണ് ഉണ്ടാവുക. 3 നിലയുള്ള നീളൻ കെട്ടിടങ്ങൾ. അസർബൈജാനിലും ജോർജിയയിലുമെല്ലാം ഞാൻ അത്തരം ധാരാളം കെട്ടിടങ്ങൾ കണ്ടിട്ടുണ്ട്. റുഡാക്കി പാർക്കാണിത്. ഈ പാർക്കിന്റെ സമീപത്തുകൂടി ഇപ്പോൾ പലതവണ കടന്നുപോയി കഴിഞ്ഞു. ചെറിയൊരു നഗരമാണ് ദുഷാൻബെ. അതുകൊണ്ട് തന്നെ നഗരത്തിന്റെ പ്രധാനപ്പെട്ട ഏതു കാഴ്ചയിലേക്ക് പോകുമ്പോഴും റുഡാക്കി പാർക്കിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണാം. ഇസ്മായിൽ സൊമോനി മോണിമെന്റിന് സമീപത്തേക്ക് ഒരിക്കൽ കൂടി എത്തിയിരിക്കുന്നു. അത് പിന്നിട്ട് പാർലമെന്റ് മന്ദിരത്തിനടുത്തുകൂടി കടന്ന് നഗരത്തിലെ മറ്റൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത്. ഇവിടുത്തെ മ്യൂസിയം ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കാണാൻ. ബോക്താർ സ്ട്രീറ്റിലൂടെയാണ് യാത്ര. ആ സ്ട്രീറ്റിലൊരിടത്ത് കാർ നിർത്തി ഞങ്ങൾ ഇറങ്ങി. സ്ത്രീകളുടെ വലിയ സംഘങ്ങൾ കടന്നു പോകുന്നു. മധ്യവയസ്കരായ സ്ത്രീകൾ. ഏതാനും യൂണിവേഴ്സിറ്റികളുള്ള ഏരിയയാണിത്. അവിടങ്ങളിലെ വിദ്യാർത്ഥികളോ അധ്യാപകരോ മറ്റു ജീവനക്കാരോ ആയിരിക്കാം ഈ പോകുന്നവർ. തജിക് വേഷവിധാനങ്ങളുമായി തെല്ലൊരു ആഢ്യഭാവത്തോടെ അവരങ്ങനെ നീങ്ങുന്നു. പാരമ്പര്യവേഷം ധരിച്ചവർ മാത്രമല്ല, മോഡേൺ വസ്ത്രധാരികളുമുണ്ട്. 98% മുസ്ലിങ്ങളുള്ള രാജ്യമാണല്ലോ തജിക്കിസ്ഥാൻ. എങ്കിലും പർദ്ദയണിഞ്ഞു നടക്കുന്ന സ്ത്രീകളെ ഇവിടെ കാണില്ല. പല പ്രായക്കാർ. വിദ്യാർത്ഥി സംഘങ്ങളും അധ്യാപകരുടെ സംഘങ്ങളുമൊക്കെയാവാം ഇതിലെ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇതാണ് മ്യൂസിയം ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ കവാടം. ഗുർമിഞ്ച് മ്യൂസിയം എന്നാണ് പ്രാദേശികമായി ഇതറിയപ്പെടുന്നത്. ശരിക്കും ഇതൊരു സ്വകാര്യ മ്യൂസിയമാണ്. ഗുർമിഞ്ച് സാവ് കിബക്കോവ് എന്ന പ്രശസ്തനായ തജിക് കലാകാരൻ സ്ഥാപിച്ച മ്യൂസിയം. സിനിമ നാടകനടനും കവിയും ചിത്രകാരനും സംഗീതജ്ഞനുമെല്ലാമായിരുന്നു ഗുർമിഞ്ച്. ഒരു പഴയ വീട്. അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അത്ര ഭംഗിയൊന്നുമില്ലാത്ത കാഴ്ചകളാണുള്ളത്. കുറെ പുരാവസ്തുക്കൾ അങ്ങിങ്ങ് അടുക്കി വെച്ചിരിക്കുന്നു. 1990-ലാണ് ഈ മ്യൂസിയം സ്ഥാപിതമായത്. തെല്ലൊരു പരുക്കൻ ഭാവത്തിലാണ് സംവിധാനങ്ങളെല്ലാം. ശബ്ദം പ്രതിധ്വനിക്കാതിരിക്കാൻ ഭിത്തി ചാക്കുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്നു. പേർഷ്യൻ പാരമ്പര്യത്തിൽ നിന്നുള്ള ഉപകരണങ്ങളാണ് കൂടുതലും. ധാരാളം സംഗീതോപകരണങ്ങൾ. മധ്യേഷ്യയിലും ഇറാനിലും അറബി നാടുകളിലും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും പ്രചാരത്തിലുള്ള ഉപകരണങ്ങളുണ്ട്. ഇതാണ് ഗുർമിഞ്ച് സാവ് കിബക്കോവ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളും ലേഖനങ്ങളും വന്ന പത്രങ്ങളും പുസ്തകങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സോവിയറ്റ് സിനിമകളിൽ നായകവേഷത്തിൽ വരെ അഭിനയിച്ചിട്ടുണ്ട് ഗുർമിഞ്ച്. താഷ്കന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയേറ്റർ ആൻഡ് പെയിന്റിംഗിൽ പഠിച്ചിറങ്ങിയ ഗുർമിഞ്ച് ദുഷാൻബെയിലെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രാമാറ്റിക് ആർട്സിന്റെ ഡയറക്ടറായിരുന്നു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഗുർമിഞ്ച് സാവ് കിബക്കോവ് ശേഖരിച്ച സംഗീതോപകരണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സാവ് കിബക്കോവിന്റെ ചെറുമകൻ ഷൗക്ക് മാമാദ് പുലോദോവാണ് ഇപ്പോൾ മ്യൂസിയത്തിന്റെ ചുമതലക്കാരൻ. ഗുർമിഞ്ചിന്റെ പ്രിയ ശിഷ്യനുമായിരുന്നു പുലോദോവ്. 2003-ലാണ് ഗുർമിഞ്ച് സാവ് കിബക്കോവ് മരിച്ചത്. ഇപ്പോൾ മ്യൂസിയത്തിന്റെ നടത്തിപ്പുകാരനായ പുലോദോവ് ഒരു പ്രൊഫഷണൽ മ്യൂസിഷ്യനും കമ്പോസറുമാണ്. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ പോയിരിക്കുകയാണ് എന്റെ ഗൈഡ് ഷഹബാസ്.
ആ കലാകാരനെ കൊണ്ട് എനിക്കായി ഏതാനും സംഗീതോപകരണങ്ങൾ വായിപ്പിക്കാനാണ് ശ്രമം. അകത്തെ ഒരു മുറിയിലേക്ക് പുലോദോവ് വന്നു ചേർന്നു. ഷഹബാസും ഡ്രൈവർ ഇസ്ഫാനും ഇവിടെയുണ്ട്. ഇതാണ് ഷൗക്ക് മാമാദ് പുലോദോവ്. എനിക്ക് വേണ്ടി ഒരു ഗാനം വായിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചുമരിലാകെ സംഗീതോപകരണങ്ങൾ. സീലിംഗിലും ചാക്കുകൊണ്ട് അക്കോസ്റ്റിക് സംവിധാനം ഒരുക്കിയിരിക്കുന്നു. വ്യത്യസ്തതയാർന്ന ഒരു ഹാൾ. കേട്ടുകേൾവി പോലുമില്ലാത്ത ഉപകരണങ്ങൾ. പുലോദോവ് എനിക്ക് വേണ്ടി പൊഴിക്കാനിരിക്കുന്ന സംഗീതത്തിന് കാതോർത്ത് ഞാൻ അവിടെ നിന്നു.